Hey everyone, so welcome back to another video. ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓൾറെഡി ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആ കോണ്ടന്റ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇതാ അടുത്തത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദാറ്റ് ഈസ് ഞങ്ങളുടെ ഉദ്ദേശം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ തമിഴിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു പോയിന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പോലെ തോന്നി. അപ്പോൾ അതൊക്കെ മായ്ച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ദാറ്റ് സിംപ്ലി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ക്രെഡിറ്റ് കാർഡിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. പ്ലസ് കുറച്ച് കാലമായിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാല്യുബിൾ ആകുന്ന 5 കാര്യങ്ങളാണ് അറൗണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത്. ദാറ്റ് ഈസ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക മുതൽ എൻഡ് വരെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. പ്ലസ് ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്തോട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എൻഡ് ചെയ്യണ സമയത്ത് എപ്പോഴാണ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ടത്, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കണം, പ്ലസ് കുറച്ച് തമ്പ് റൂൾസ്, നിങ്ങൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അൾട്ടിമേറ്റ്ലി ഒരു ലേണിംഗ് ഷെയർ ചെയ്യുക എന്നുള്ള ആംഗിളിലുള്ള ഒരു വീഡിയോ ആണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് ആ ബേസ് അങ്ങ് ക്ലിയർ ആക്കിയാലോ. ദാറ്റ് ഈസ് എന്ത് തേങ്ങയാണ് ഈ ക്രെഡിറ്റ് കാർഡ്. ഞാനിങ്ങനെ കാണിക്കുന്നതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കണേ. ഇത് കാണിക്കുന്നത് ശരിക്ക് ഒന്നും അറിയാത്ത ആൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് ഡെബിറ്റ് കാർഡ് പോലൊരു കാർഡാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് എന്നുള്ള ബേസ് ഇൻട്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്ക് ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യാതെ എന്ത് തേങ്ങയാണ് ക്രെഡിറ്റ് കാർഡ് ഒന്ന് നമുക്ക് സിംപിളി ഒന്ന് മനസ്സിലാക്കിയാലോ. അത് ശരിക്ക് ഡെബിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിക്കുക. ഡെബിറ്റ് കാർഡിലെ പൈസ എനിക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ആ 30,000 രൂപ യൂസ് ചെയ്യാം. എന്നാൽ ഇപ്പുറത്ത് ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോ പൈസ ഇല്ലെങ്കിൽ പോലും ഇതെനിക്ക് കടമായി എടുത്തുകൊണ്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്രെഡിറ്റ് കാർഡിന് എനിക്ക് ബാങ്ക് തന്ന കടമെടുക്കാനുള്ള ലിമിറ്റ് 10,000 രൂപയാണെങ്കിൽ എനിക്ക് 10,000 രൂപ വരെ ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിക്കാം. അതൊരു ബാങ്ക് അക്കൗണ്ടിലും പ്രസൻ്റ്ലി ഇല്ലാത്ത പൈസ തന്നെ എനിക്ക് ഇങ്ങോട്ട് വലിക്കാം. എന്നിട്ട് സമയമാകും അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി ബാങ്കിന് തന്നെ. ഇതാണ് ശരിക്കും ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിന് 2 വശമുണ്ട്. ഇതൊരു നല്ല ഫ്രണ്ടാണ്. പക്ഷേ ഈ ഫ്രണ്ടിൻ്റെ പ്രത്യേകത, ഇവന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ഇവൻ നമുക്ക് പൈസ തരും, കറക്റ്റ് സമയത്തിന് തിരിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല, വളരെ അടിപൊളിയായിട്ട് ഒരു ചാർജസും ഇല്ലാതെ നമുക്ക് അങ്ങ് പൈസ തിരിച്ചു കൊടുക്കാം, അവിടെ അങ്ങ് ക്ലോസ് ചെയ്യാം. പ്ലസ് ഞാൻ പൈസ സ്പെൻഡ് ചെയ്തതിന് ഇങ്ങോട്ടേക്ക് ക്യാഷ് ബാക്കും റിവാർഡും ഒക്കെ തരും. ഇപ്പുറത്ത് ഞാൻ പൈസ എടുത്തു, എന്നിട്ട് പറഞ്ഞ സമയത്തിന് എങ്ങാൻ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്രെഡിറ്റ് കാർഡിനുള്ളത്. ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ്. കഴുത്തിൽ കത്തി വെച്ച പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ടിന് 2 മുഖങ്ങളുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആളുകൾ ഈ 2ാമത്തെ മുഖത്തിലാണ് ചെന്ന് പെടാറ്. ആദ്യത്തെ മുഖത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിലാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ശരിക്കും അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റ്സ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. ആദ്യം ആ ബേസ് അങ്ങ് ക്ലിയർ ആക്കിയിട്ട് എന്ത് തേങ്ങയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള സിമ്പിൾ ഡെഫിനേഷൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് നമ്മളെ പോയിന്റുകളിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യത്തെ ചർച്ചാ വിഷയം, ദാറ്റ് ഈസ് എപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കണം. നിങ്ങൾ ഫൈനാൻഷ്യലി കുറച്ച് ഡിസിപ്ലിൻഡ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോഴേ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി പോകാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പൈസക്ക് ആവശ്യമുണ്ടായി കുടുങ്ങി നിൽക്കുമ്പോൾ പോയി ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ ലോക്കിൻ്റെ ഉള്ളിൽ ചെന്ന് പെടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫൈനാൻഷ്യലി ഞാൻ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ടൈമാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു എമർജൻസി ഫണ്ടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഒരു സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസിൻ്റെ മുകളിൽ പ്രോപ്പർ കൺട്രോൾ ഉണ്ട്. നിങ്ങൾ വരവിൻ്റെ മുകളിൽ ചിലവാക്കാത്ത ഒരാളാണ്. നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓവറോൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആംഗിളിൽ കുറച്ച് നോളജും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ആയ ആളാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടുള്ളൊരു റൈറ്റ് ചോയ്സ്.
ഐ ടെൽ യു വൈ. ബിക്കോസ് ക്രെഡിറ്റ് കാർഡ് പലപ്പോഴും പല ആളുകളും ലോക്ക് ആയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബിക്കോസ് ഫൈനാൻഷ്യലി ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത സമയത്ത് നമുക്ക് കടം തരുന്ന ഈ ക്രെഡിറ്റ് കാർഡ് അങ്ങ് എടുക്കും, എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ അങ്ങ് വലിക്കും, തിരിച്ച് പൈസ അടക്കാൻ വേണ്ടി പറ്റൂല, അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോകും. സെനാരിയോ നമ്പർ 1. നമ്പർ 2, ആൾക്കാർ സാധാരണ ഒരു സൈക്കിളിലാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ്, എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഞാൻ പൈസ ഉപയോഗിക്കും, മന്ത് എൻഡ് ആകുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ലിമിറ്റ് അങ്ങ് തീരും, സാലറി കിട്ടും, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കും, അടുത്ത മന്ത് എക്കിൻ ക്രെഡിറ്റ് കാർഡ്, സാലറി കിട്ടും, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കും, പിന്നെ മുമ്പോട്ടേക്കുള്ള മന്ത് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ലൂപ്പിൽ അങ്ങനെ കറങ്ങും. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ട് എന്നുള്ള സെൽഫ് അവെയർനെസ് നിങ്ങൾക്കുള്ളപ്പോഴേ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോകാവുന്നതാണ് ലെസൺ നമ്പർ 1. ലെസൺ നമ്പർ 2, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് തുടക്കത്തിൽ ക്രെഡിറ്റ് കാർഡേ കിട്ടിയില്ല. എനിക്ക് മോശമില്ലാത്തൊരു ഇൻകം ഉണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ബാങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഒരു തവണയാണ് ഞാൻ ബാങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ എൻ്റെ ഒരു സിഗ്നേച്ചറിൻ്റെ പ്രോബ്ലം വന്ന് അങ്ങ് റിജക്റ്റായി. ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കംപ്ലീറ്റ്ലി റിജക്റ്റായി, എനിക്ക് കിട്ടൂല എന്നും പറഞ്ഞു. അപ്പോൾ ശരിക്കും സിബിൽ സ്കോർ, എനിക്ക് ഇതിന് മുമ്പ് ഒരു EMI ഇല്ല, വേറെ ലോണും ഇല്ല, എനിക്ക് സിബിൽ സ്കോർ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്നുള്ളത് പണിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുമ്പത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്നുള്ളത് പണിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഉണ്ടായിരിക്കുക. ഒന്നത്. 2, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സിനാരിയോ, ആക്ച്വലി ആളുടെ സാലറി അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നിന്ന് ആളെ ഡയറക്റ്റ്ലി വിളിച്ചു, ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിച്ചിട്ട് ഇവൻ പറഞ്ഞു വേണമെന്ന്. വളരെ ഈസി ആയിട്ട് 2 ദിവസം കൊണ്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് സെറ്റായി. 3ാമത്തെ സിനാരിയോ, നിങ്ങൾക്ക് ആക്ച്വലി ബാങ്കുമായിട്ട് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാം. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ഞാൻ സെൽഫായി ഓൺലൈൻ വഴിയൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് റിജക്ഷൻ കിട്ടിയ കാര്യമാണ്. നിങ്ങൾക്കൊരു ലേണിംഗ് ആയിട്ട്. 2, നിങ്ങളെ ബാങ്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി വലിയ പോസിബിലിറ്റി ഉണ്ട്. 3ാമത്തത്, നിങ്ങളുടെ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ബാങ്കുമായി ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളത്. ബാങ്കുമായി നിങ്ങൾ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആദ്യത്തേത് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് FD പ്ലെഡ്ജ് ചെയ്തുകൊണ്ട്, ദാറ്റ് ഇസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് ഞാനൊരു ചെറിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ ബാങ്കുകൾ, അതായത് 2000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ലിമിറ്റ് വെച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടും. അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 10,000. ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ബാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പറ്റും. കാര്യമായും ഈ ഓപ്ഷൻസ് ഒക്കെ വഴിയാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതാണ് എക്സാക്ട് ആൻസർ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. ദാറ്റ് ഈസ്, 1, ഞാൻ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് റിജക്ഷൻ ആണ് കിട്ടിയത്. യു ക്യാൻ ട്രൈ ദാറ്റ് വേ. 2, നിങ്ങളുടെ സാലറി അക്കൗണ്ട് ഒക്കെ ഉള്ള ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതുവഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. 3, നിങ്ങൾക്ക് ബ്രാഞ്ചുമായി ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്കുമായിട്ട്. 4ാമത്തേതായിട്ട് നിങ്ങൾക്ക് FD പ്ലെഡ്ജ് ചെയ്തുകൊണ്ടും ക്രെഡിറ്റ് കാർഡ് എടുക്കാം. ഇതാണ് എനിക്കറിയുന്ന ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കേണ്ട, അല്ലെങ്കിൽ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത്. ലെസൺ നമ്പർ 3, എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാ ആൾക്കാരും, അല്ലെങ്കിൽ 90% ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് യൂസ് ക്രെഡിറ്റ് കാർഡ് വെൻ യു ഹാവ് ദ മണി. അപ്പോൾ മിസ്റ്റേക്ക് എന്താ? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്താണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക. പക്ഷേ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണം? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 30,000 രൂപയുണ്ട്. ഞാൻ ഈ മന്ത് 10,000 സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡോ UPI യൂസ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിവാർഡ്സ് എനിക്ക്, അല്ലെങ്കിൽ ആ ക്യാഷ് ബാക്സ് എനിക്ക് ഈസിലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പൈസയെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച സമയത്ത് ക്രെഡിറ്റ് കാർഡ് ലോക്കിൽ പെട്ട എല്ലാ ആൾക്കാരും ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കാനുള്ളൊരു ടൂളായിട്ട് ക്രെഡിറ്റ് കാർഡിനെ കണ്ടു, അത് ഉപയോഗിച്ചു, അപ്പോൾ ഓവർ സ്പെൻഡ് ചെയ്തു പോയി. എന്തായാലും നമ്മളെടുത്ത് ഇപ്പുറത്തൊരു ചെങ്ങായി ഉണ്ട്, ഞാൻ വളരെ റോ ഭാഷയിൽ പറയട്ടോ, എൻ്റെ ഒരു ചെങ്ങായി ഇവിടെ ഉണ്ട്, എനിക്ക് വെറുതെ പൈസ തരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഉപയോഗിച്ചു പോലെ. ഈ ഒരു രീതിയിൽ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് കണ്ട് ഞാൻ അങ്ങ് ഓവർ സ്പെൻഡ് ചെയ്ത് പോവുക എന്നുള്ള പ്രോബ്ലം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. സോ ദ റൂൾ ഈസ് യൂസ് ക്രെഡിറ്റ് കാർഡ് വെൻ യു ഹാവ് ദ മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്, സോ ദാറ്റ് നിങ്ങൾ അത്തരം ലോക്കിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ അടുത്ത ലെസൺ പിടിച്ചാലോ. അവസാനം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ബില്ല് അടയ്ക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ടാവും. 1, നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് എമൗണ്ട് അങ്ങ് സെറ്റിൽ ചെയ്യാം. 2, നിങ്ങളുടെ ബാങ്ക് പറയും
മിനിമം ഡ്യൂ ആയിട്ടുള്ള ഇത്ര എമൗണ്ട് അടച്ചാൽ മതി. എക്സാമ്പിൾ ഞാനൊരു 5000 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 5000 രൂപയും തിരിച്ചടയ്ക്കാം. അല്ലെങ്കിൽ ബാങ്ക് പറയും ഇപ്പോൾ 2000 തിരിച്ചടച്ചാൽ മതി, ബാക്കി പിന്നീട് അടയ്ക്കാം. ഈ മിനിമം ഡ്യൂ എന്നുള്ളത് ഒരു ട്രാപ്പാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും, വലിയ ഇൻട്രസ്റ്റ് വരും, മുമ്പോട്ടേക്ക് വലിയ ലോക്ക് ആവാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ മിനിമം ഡ്യൂ അടച്ചടച്ച് അങ്ങനെ പോവാന്നുള്ള ഒരു ശീലം ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഉറപ്പായിട്ട് നിങ്ങൾ അതും ശ്രദ്ധിക്കണം. ഫൈനലി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനമാണ്, ഇത് ഇനീഷ്യലി ഉള്ളതല്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല. എന്നാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയി വന്നു കഴിഞ്ഞാൽ, ഈവൻ എനിക്ക് ഒറ്റ ക്രെഡിറ്റ് കാർഡേ ഉള്ളൂ, ആ ക്രെഡിറ്റ് കാർഡ് ഒന്ന് എക്സ്പീരിയൻസ് ആയി വന്നിട്ട് വേണം എനിക്ക് ഈ പറയുന്ന കാര്യം ചെയ്യാൻ. ദാറ്റ് ഈസ് ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ പർപ്പസ് ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ പർപ്പസിനും ഓരോ ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഷോപ്പിങ്ങിൽ ഏറ്റവും നല്ല റിവാർഡ് തരുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ആമസോണിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഫ്ലിപ്കാർട്ടിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആമസോൺ ക്രെഡിറ്റ് കാർഡ് ആമസോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഫ്ലിപ്കാർട്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഫ്ലിപ്കാർട്ട് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഭാരത് പെട്രോളിയവും SBIയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഭാരത് പെട്രോളിയം പെട്രോൾ പമ്പിൽ പോയിട്ട് ഞാൻ പെട്രോൾ അടിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ റിവാർഡ്സ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഓരോ പർപ്പസിനും ലോഞ്ച് കാർഡുകളുണ്ട്. ഇങ്ങനെ ഓരോ പർപ്പസിനായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. വൺസ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് പ്രോ ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആംഗിളിലേക്കൊക്കെ പോകാം. ദാറ്റ് ഈസ് നിങ്ങളുടെ ഓരോ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ലേണിംഗ് ആസ്പെക്റ്റിൽ മനസ്സിലാക്കുക, ഓരോ ആവശ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി മാക്സിമം അതിൽ നിന്ന് നിങ്ങൾക്ക് പൊട്ടൻഷ്യലി ഗ്രാബ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ക്യാഷ് ബാക്സ് ഓർ റിവാർഡ്സ് എനിത്തിങ് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ തിങ്ക് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ മിക്സപ്പ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഫുൾ മാസ്റ്റർ ക്ലാസ് ചെയ്യാന്നുള്ളതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. സിംപ്ലി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കുറച്ച് ഇൻസൈറ്റ്സ് തരിക. ഒന്നും അറിയാത്ത ആൾക്കും കുറച്ചൊക്കെ അറിയുന്ന ആൾക്കും കൃത്യമായിട്ടൊരു ധാരണ തരിക എന്നുള്ളതായിരുന്നു ഈ വീഡിയോൻ്റെ എൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ്, കൂടുതൽ അടിപൊളി വീഡിയോസ് ഉറപ്പായിട്ടും വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. 5, 10, 20, 50 ആൾക്കാരിലേക്കോ 2, 3 ആൾക്കാരിലേക്കോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എനിക്ക് ഓഫ് കോഴ്സ് എത്താൻ വേണ്ടി പറ്റുമല്ലോ. We'll see you in another video. Thank you so much.